നമ്മളൊക്കെ എല്ലാവരെയും സ്നേഹിക്കാനും അതുപോലെ തന്നെ തിരിച്ചെങ്ങനെ സ്നേഹിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ. ശരിക്കും അത് തന്നെയാണ് ഈ 5 ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് ചില ആളുകൾക്ക് എപ്പോഴും അവരോടുള്ള സ്നേഹം വാക്കുകളിലൂടെ തന്നെ കിട്ടണം. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ എം പ്രൗഡ് ഓഫ് യു, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ വാക്കുകളിലൂടെ തന്നെ അവർക്ക് എപ്പോഴും ഒരു അഷുറൻസ് കിട്ടണം ദാറ്റ് ദേ ആർ ലവ്ഡ് എന്നുള്ളത്. അതാണ് ശരിക്കും വേർഡ്സ് ഓഫ് അഫർമേഷൻ. ആൻഡ് ദെൻ ഫിസിക്കൽ ടച്ച്. ചില ആളുകൾക്ക് എപ്പോഴും അവിടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നടക്കുമ്പോൾ കൈ പിടിച്ച് നടക്കാനും അതുപോലെ തന്നെ എപ്പോഴും ക്ലോസ് ആയിട്ടിരിക്കുക, ഒരു ഹഗ്, അങ്ങനെ എപ്പോഴും ഫിസിക്കൽ ടച്ച്. ദ നീഡ് എ ഫിസിക്കൽ ടച്ച് എപ്പോഴും. ആൻഡ് ദെൻ ഗിഫ്റ്റ്സ്. കുട്ടി കുട്ടി സർപ്രൈസുകളോ ഗിഫ്റ്റുകളോ നമുക്ക് തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടുന്നവർക്ക് കൊടുക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ ആക്ട് ഓഫ് സർവീസ്. അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ സന്തോഷത്തോടെ അവർ തിരിച്ചു തരിക. അതാണ് അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദ ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് മാത്രമല്ല, ക്വാളിറ്റി ടൈമാണത്. കാരണം നമ്മൾ ഫോണോ മറ്റ് ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഇല്ലാതെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമാണ് ക്വാളിറ്റി ടൈം. ചിലർക്ക് അത് കൊടുത്താലേ അവർക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലവ് ലാംഗ്വേജസ് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ ഈസിയാണ് അല്ലേ. സോ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണ്?